കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നടത്തിയെന്നായിരുന്നു ആരോപണം. കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപം മൃഗബലി ഉൾപ്പെടുന്ന ശത്രുഭൈരവി യാഗം എന്ന ചടങ്ങ് നടത്തിയെന്നും ഈ ചടങ്ങിനായി കണ്ണൂരിൽ 52 മൃഗങ്ങളെ ബലി നൽകിയതായും ആണ് അദ്ദേഹം പറഞ്ഞത്. കർണാടകയിൽ വരാനിരിക്കുന്ന MLC തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിനൊടുവിലാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയത്. കേരളത്തിൽ ഇയാൾക്കെതിരെ വലിയ തരത്തിലുള്ള ഗൂഢാലോചനയും പരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് ഇയാൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപം ശത്രു സംഹാരത്തിനായി ശത്രുഭൈരവി യാഗം നടത്തുന്നുണ്ട്. 5 പന്നികൾ അഘോരികളെ സമീപിക്കുകയാണ് എന്നും അയാൾ പറയുകയുണ്ടായി. ഇതിനെതിരെ ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം ടി മാധവൻ, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ എന്നിവർ രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഇയാൾ ഉന്നയിക്കുന്നതെന്നാണ് ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ അറിയിച്ചത്. എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഡി.കെ. ശിവകുമാറിന്റെ ആരോപണം സത്യവിരുദ്ധമെന്ന് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്ര ഭരണസമിതി വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ണൂരിലെത്തി വിവരങ്ങൾ തേടുകയുണ്ടായി. ഇദ്ദേഹം ആരോപിച്ചതുപോലെ മൃഗബലി നടന്നിട്ടില്ലെന്നാണ് ഇവർക്ക് ലഭിച്ച പ്രാഥമിക വിവരം. എന്ത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇയാൾ ഉന്നയിച്ചതെന്നും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണം പറഞ്ഞതെന്നും വ്യക്തമാകുന്നില്ല. എവിടെയോ കിടക്കുന്ന കോൺഗ്രസിനെ താഴെയിറക്കാൻ കേരളത്തിൽ പൂജ നടത്തിയതിന്റെ കാര്യം എന്താണ്? കേരളത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കർണാടകയിൽ ഉണ്ടായില്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഇവരെ താഴെയിറക്കും എന്നത് പൊതുവായിട്ടുള്ള ഒരു സത്യമാണ്. അതിനുവേണ്ടി പൂജ ചെയ്യേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറെ പ്രധാന സ്ഥാനമുള്ള ക്ഷേത്രമാണിത്. മാത്രമല്ല, ലളിതമായ വഴിപാടുകളും പൂജകളുമാണ് ഇവിടെ ഉള്ളത്. ശിവകുമാർ ആരോപിച്ചതുപോലെ ശത്രുഭൈരവി യാഗം പോലെയുള്ള യാഗങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇയാൾ ഉന്നയിച്ചിരിക്കുന്നത്.